ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത MT വാസുദേവൻ നായർ അന്തരിച്ചു. MT എന്ന രണ്ടക്ഷരം ഇനിയില്ല. MT വാസുദേവൻ നായർ കഥയുടെ പെരുന്തച്ഛൻ യാത്രയായിരിക്കുന്ന വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, കഥകളുടെ പെരുന്തച്ഛനാണ് യാത്രയായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ന്യൂമോണിയ ബാധിച്ച് ആരോഗ്യം വഷളാവുകയായിരുന്നു. തുടർന്നാണ് നേരത്തെ അദ്ദേഹത്തിന് ഈ ശ്വാസതടസ്സ സംബന്ധമായ അസുഖത്തെ മൂലമായിരുന്നു ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത്. തുടർന്ന് ആശുപത്രിയിൽ വെച്ച് തന്നെ ഹൃദയസ്തംഭനം ഉണ്ടാവുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വലിയ രീതിയിൽ വഷളാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് ഈ 1.5 ദിവസത്തോളമായി അദ്ദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ കഥകളുടെ പെരുന്തച്ഛൻ എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തെ സൂചിപ്പിച്ചിരുന്നത്. ഈ മലയാളത്തിന്റെ MT എന്ന് പറയുന്ന വ്യക്തി ലോക സാഹിത്യത്തിന്റെ തന്നെ നെറുകയിലെത്തിച്ച സാഹിത്യത്തിൽ MT കൈവയ്ക്കാത്ത ഒരു മേഖല പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറുകഥ, നോവൽ, തിരക്കഥ, സംവിധാനം തുടങ്ങിയ നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു പ്രതിഭ തന്നെയായിരുന്നു അദ്ദേഹം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മലയാളക്കരയ്ക്ക് അല്ലെങ്കിൽ കേരളക്കരയ്ക്ക് തന്നെ ഒരു വലിയൊരു പ്രതിഭനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന് ഇപ്പോൾ നമുക്ക് പറയാൻ ഇരിക്കുന്നത്. അല്പസമയത്തിനകം നമ്മൾ ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിച്ചേരും. ഈ അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ തന്നെ ഭാര്യയും മകൾ അശ്വതി അടക്കം ഈ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ സംഘങ്ങൾ അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ന്യൂമോണിയ ബാധിച്ച് ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ വഷളാവുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി. ഏതായാലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ് നിരവധി പേർ എത്തിച്ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ മകളും അതിന്റെ ഭാര്യയും ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ട്. ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ 1933 ജൂലൈ 15 ഈ പാലക്കാടായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മം. പിന്നീട് ഈ കോഴിക്കോടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കുറെ കാലം കോഴിക്കോട് തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം, സാഹിത്യ നഗരിയെ സംബന്ധിച്ചിടത്തോളം ഈ MT എന്ന് പറയുന്ന വ്യക്തി, MT വാസുദേവൻ നായർ ഒരു അമൂല്യ പ്രതിഭ തന്നെയായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ്. നമ്മളെ പോലെ തന്നെ പത്രപ്രവർത്തകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു തുടക്കം. അദ്ദേഹം തുടക്കം കുറിച്ചത് ഈ പത്രപ്രവർത്തന മേഖലയിൽ നിന്ന് തന്നെയായിരുന്നു. മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ 1948 ആദ്യ കഥയായിരിക്കുന്ന വിഷു ആഘോഷം അദ്ദേഹം എഴുതി ചേർത്തതായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ കഥയായിരുന്നു വിഷു ആഘോഷം. പിന്നീട് ചിത്രകേരളത്തിൽ 20-ാം വയസ്സിൽ മികച്ച മലയാള ചെറുകഥയ്ക്കുള്ള പുരസ്കാരം വരെ നേടിയെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചെറുപ്രായത്തിൽ തന്നെ ഈ കഥകൾ പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് തന്നെയാണ്. ആദ്യ ചെറുകഥാ സമാഹാരം രക്തം പുരണ്ട മണൽത്തരികൾ, പിന്നീട് ആദ്യ നോവലായിരിക്കുന്ന പാതിരാവും പകൽ വെളിച്ചവും തുടങ്ങി നിരവധി നോവലുകളും കഥകളും സിനിമകളടക്കം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഥകൾ ഒരുപാട് അദ്ദേഹം മെനഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട്ടുകാർക്ക് തന്നെ നിരവധി കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളതാണ്. ഒരുപാട് സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു സൗഹൃദ വലയം എന്ന് പറയുമ്പോൾ MN കാരശ്ശേരി ആവട്ടെ, അക്കിത്തമാവട്ടെ തുടങ്ങി നിരവധി ആളുകളുമായി അദ്ദേഹത്തിന്റെ സൗഹൃദം എന്ന് പറയുമ്പോൾ അത്രയേറെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നോവലാവട്ടെ, കവിതയാവട്ടെ, കഥകളാവട്ടെ പറയുവാനും കുട്ടികൾക്കാണെങ്കിൽ പോലും അത്രയേറെ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ പോലും അത്രയേറെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ കഥകളിൽ നിന്ന് പോലും എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ നോവലുകളെ കുറിച്ച് പറയുമ്പോൾ 9 നോവലുകൾ, 19 ചെറുകഥാ സമാഹാരങ്ങൾ, പാതിരാവും പകൽ വെളിച്ചവും, 4 കെട്ട്, കാലം, മഞ്ഞ്, അസുരവിത്ത്, അറബിപ്പൊന്ന്, വിലാപയാത്ര, 2-ാം മൂഴം, വാരണാസി തുടങ്ങി നിരവധി നോവലുകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് കുറിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനും വലിയ പ്രസക്തി തന്നെ അല്ലെങ്കിൽ വലിയ സ്വീകാര്യത തന്നെ ഓരോ നോവലുകൾക്കും നേടിക്കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഓരോ നോവലുകളും എടുത്ത് നോക്കുമ്പോഴും ജനപ്രീതി പിടിച്ചു പറ്റുന്ന അല്ലെങ്കിൽ ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കുന്ന എന്തോ
എന്തോ ഒരു പ്രത്യേകത തന്നെ. ശരി അഭിന, കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, സാഹിത്യത്തിൽ MT കൈവയ്ക്കാത്ത മേഖലകളില്ല. ചെറുകഥയായാലും നോവൽ, തിരക്കഥ, സംവിധാനം തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രതിഭയായിരുന്നു MT. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനാ സമാനതകളില്ലാത്ത പ്രതിഭ, അതാണ് MT. ആ MT ആണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ സാഹിത്യത്തിലൊരു വടവൃക്ഷം കടമുഴകി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം. അക്ഷര സൂര്യൻ അസ്തമിച്ചു എന്ന് പറയാവുന്നു. ഈ രാത്രി 10 മണിക്കാണ് MT മരണത്തിന് കീഴടങ്ങിയത്. ഒരുപക്ഷെ MT തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ കേരളം ഒരുപാട് കാത്തിരുന്നു. കാരണം ഓരോ മനുഷ്യരും, പ്രിയപ്പെട്ട എഴുത്തുകാരൻ, നമുക്കറിയാം മലയാളത്തിൽ ഒരു കാലം, എഴുത്തിന്റെ സാഹിത്യത്തിന്റെ കാലം മഞ്ഞ്, നാലുകെട്ട്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, രണ്ടാമൂഴം, അസുരവിത്ത്, അങ്ങനെ എത്രയോ നോവലുകൾ. അതിലും അപ്പുറത്തേക്ക് കുട്ടിയെടുത്തയും ദിനവും, ഇരുട്ടിന്റെ ആത്മാവും, വാനപ്രസ്ഥവും, പതനവും, ബന്ധനവും, ഷെർലക്കും, വിത്തുകളും, കർക്കിടവും, വിൽപ്പനയും, കൽപ്പാന്തവും, കാഴ്ചയും, ശിലാലിഖിതവും, കുപ്പായവും പോലുള്ള ഒരുപാട് കഥകൾ നമുക്ക് സമ്മാനിച്ച MT. അതിലുപരി മികച്ച നല്ല സിനിമകൾ, എടുത്തു പറയാനാകാവുന്ന ഒരുപാട് സിനിമകൾ, നക്ഷത്രങ്ങളും, സദയവും, ഒപ്പം തന്നെ അമൃതം ഗമയും, ഒരു വടക്കൻ വീരഗാഥയും, പെരുന്തച്ഛനും, സുഹൃതവും, പരിണയവും, പഴശ്ശിരാജയും എന്നുവേണ്ട ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച MT. അദ്ദേഹത്തെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. തിരൂർ തുഞ്ചൻ പറമ്പിൽ ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുള്ളത്, തിരൂർ തുഞ്ചൻ പറമ്പിൽ പോയ ഒരു സാഹിത്യപ്രേമിയായ ഒരു വിദ്യാർത്ഥിയോട് പുഞ്ചിരിക്കുന്ന MT. അതൊക്കെയാണ് എന്റെ മനസ്സിൽ MTയെ കുറിച്ചുള്ള ഓർമ്മകളായി വരുന്നത്. ആ MT അത് പിന്നീട് ഗൗരവക്കാരനായി അദ്ദേഹം മാറുന്നുണ്ട്. ഒരു പ്രായാധിക്യം വരുന്ന സമയത്ത് അദ്ദേഹം ഗൗരവക്കാരനായി മാറുന്നു. സിതാരയിൽ, കോഴിക്കോട് രാരിച്ചൻ റോഡിലെ സിതാരയിൽ അദ്ദേഹം ഒരു അക്ഷരങ്ങളുടെ തമ്പുരാനായിരിക്കുന്നു. കോഴിക്കോടിന് അക്ഷര ലോകത്ത് കോഴിക്കോട് സമ്മാനിച്ച, അല്ലെങ്കിൽ കോഴിക്കോടിന് കിട്ടിയ 2 സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിൽ മറ്റൊന്ന് MT വാസുദേവൻ നായരാണ്. രണ്ടുപേരും കോഴിക്കോട് പിറന്നവരല്ല. വൈക്കത്ത് പിറന്ന് പിന്നീട് ബേപ്പൂർ സുൽത്താനായി വൈക്കം മുഹമ്മദ് ബഷീർ മാറിയെങ്കിൽ, കൂടല്ലൂരിൽ പിറന്ന് പാലക്കാട് നിന്നും വന്ന് മാതൃഭൂമിയിലൂടെ പിന്നീട് കോഴിക്കോടിന്റെ സ്വന്തമായ MT. അതായത് അദ്ദേഹത്തിന്റെ കാലത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എഴുത്തിന്റെ വഴിയിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുത്തിന്റെ വഴിയിലേക്ക് വന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ എല്ലാ മലയാളികൾക്ക് പറയുന്നത്. സിലോണിലുള്ള അച്ഛൻ, ആ അച്ഛന് അവിടെ മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നത്. ആ സിലോണിൽ നിന്ന് അച്ഛൻ വരുമ്പോൾ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന നിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതി, ആ പെൺകുട്ടി ആരെന്ന് MT പറയുന്നില്ലെങ്കിലും MTയുടെ അച്ഛന് പ്രഭാകരൻ എന്നൊരു മകൻ സിലോണിലെ ഭാര്യയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 1933 കർക്കിടകത്തിലെ ഒരു ഉത്തരസ്ഥായി ദിനത്തിൽ ജൂലൈ 15 പിറന്ന MT. പുന്നീർകുളത്തും കൂടല്ലൂരിലുമായി ചെലവഴിച്ച MT. തൃശ്ശൂർ ജില്ലയിലെ പുന്നീർകുളത്താണ് അച്ഛൻ T നാരായണൻ നായരുടെ വീട്. അമ്മ ആണ് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ ചെലവഴിച്ചിരുന്നത്. അങ്ങനെ കൂടല്ലൂരിനാരനായ MT, കൂടല്ലൂർ എന്ന് പറയുന്നത് MTയുടെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. MT ജീവിച്ച, MTയുടെ ഗ്രന്ഥമുള്ള രചനകൾ, ആ രചനകൾ വീണ്ടും അത് കൂടല്ലൂരാണ്. അദ്ദേഹം തുടക്കത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം കോളേജിൽ സ്വതന്ത്രം പഠിച്ച് പിന്നീട് അധ്യാപകനായി വന്ന് അതിനിടയിൽ കണ്ണൂർ തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗം MTക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം 2 ദിവസം മാത്രമാണ് കണ്ണൂർ തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ മാതൃഭൂമി എന്ന് പറയുന്ന അന്നും ഇന്നും മാധ്യമരംഗത്ത് തലയെടുപ്പോടെയുള്ള പത്രം, ആ മാതൃഭൂമി അദ്ദേഹം സബ് എഡിറ്റർ ട്രെയിനിയായി ജോലി ചെയ്തത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു അത് എന്ന് നമുക്ക് പറയാം. MT 2 തവണ വിവാഹം ചെയ്തിട്ടുണ്ട്. MT അത് എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയായിരുന്നു വിവാഹം ചെയ്തിരുന്നത്. അത് 11 വർഷം നീണ്ട ഒരു ദാമ്പത്യ ജീവിതം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീടാണ് 1977 പ്രശസ്ത നർത്തകിയായിട്ടുള്ള കലാമണ്ഡലം സരസ്വതിയെ വിവാഹം ചെയ്യുന്നത്. അങ്ങനെയാണ് MTക്ക് 2 മക്കൾ. മൂത്ത മകൾ സിതാരയാണ്. സിതാര അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് ഭർത്താവിനൊപ്പം താമസിക്കുന്നത്. രണ്ടാമത്തെ മകൾ അശ്വതി ശ്രീകാന്ത് കേരളത്തിൽ അറിയപ്പെട്ട ഒരു നർത്തകിമാരിൽ ഒരാളാണ്. അശ്വതി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന മുഖമാണ്.
അങ്ങനെ അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MT വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നേ ചെറുപ്പത്തിൽ തന്നെ MT സാഹിത്യ രചനയിലെല്ലാം തന്നെ വലിയ താല്പര്യം കാണിക്കുന്ന MT പിന്നീട് അദ്ദേഹത്തിന്റെ കഥകൾ ആദ്യം അച്ചടിച്ചു വന്നത് ജയകേരളം മാസികയിലാണെന്നാണ് ഓർക്കുന്നത്. പിന്നീട് വിഷു അദ്ദേഹത്തിന്റെ ചെറുകഥാ മത്സരത്തിൽ ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ MTയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥയ്ക്ക് 1ാം സ്ഥാനം ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് അതോടുകൂടിയാണ് അദ്ദേഹം മലയാളത്തിൽ ശ്രദ്ധേയനായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീടാണ് നാലുകെട്ടും പതിരാവും പകൽ വെളിച്ചവുമെല്ലാം മലയാളിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള എഴുത്തുകൾ. ഒരുപക്ഷെ MTയുടെ എഴുത്തുകൾ വളരെ ജീവനുള്ള എഴുത്തുകൾ. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ച ചുറ്റുപാടുകൾ അതിൽ നാം കണ്ടു. ബഷീറിന്റെ എഴുത്തുകൾ വളരെ ലാളിത്യമായിരുന്നെങ്കിൽ, ലാളിത്യത്തിന്റെ ഭാഷയായിരുന്നെങ്കിൽ MTയുടെ എഴുത്തുകൾ എന്ന് പറയുന്നത് ലാളിത്യത്തിന്റെ ഒരു പടി കൂടി കടന്ന് കുറച്ചുകൂടി ഭാഷാ പ്രാധാന്യമുള്ള എഴുത്തിലേക്കാണ് MT വന്നിരുന്നത്. MT എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ച് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിരുന്ന ഒരു മനുഷ്യൻ, ഒരു ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് MT എന്നുള്ളത് അഭിമാനകരമായ ഒരു ഓർമ്മ തന്നെയാണ്. ആ ഓർമ്മ അതായത് ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1995-ലാണ്. പിന്നീട് രാജ്യം അദ്ദേഹത്തെ 2005 പത്മഭൂഷൺ നൽകി ആദരിക്കുന്നുണ്ട്. മറ്റ് പുരസ്കാരങ്ങൾ കേരള സർക്കാർ ആദ്യമായി പരമോന്നത പുരസ്കാരം, അതായത് ഭാരതരത്നയുടെ മാതൃകയിൽ കേരള ജ്യോതി എന്ന് പറയുന്ന പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ ആ പ്രഥമ പുരസ്കാരം MTക്കായിരുന്നു ലഭിച്ചത്. MT എന്ന് പറയുന്നത് ആരാണ്? ഒരു സാഹിത്യകാരൻ മാത്രമാണോ? ഒരു സിനിമാക്കാരൻ മാത്രമാണോ എന്ന് പറയാനാകുന്നതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ ആയിരുന്നു MT. ഒരു 2 അക്ഷരത്തിൽ ഒതുങ്ങുന്ന വാക്കല്ല MT. അതിനുമപ്പുറം ഒരു എഴുത്തിന്റെ സാഗരമായിരുന്നു MT എന്നുള്ളതാണ്. ഒരു എഴുത്തിന്റെ തുടരുക യുഗാന്ത്യം MT എന്ന 2 അക്ഷരം ഇനിയില്ല. കഥയുടെ പെരുന്തച്ഛൻ യാത്രയായിരിക്കുന്നു മലയാളത്തെ. MT ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ചു. സാഹിത്യത്തിൽ MT കൈവയ്ക്കാത്ത മേഖലയില്ല. ചെറുകഥയായാലും നോവലായാലും തിരക്കഥയായാലും സംവിധാനം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രതിഭയായിരുന്നു. 1933 ജൂലൈ 15 പാലക്കാട് കൂടല്ലൂരിലാണ് ജനനം. പഠനം കുമാരനെല്ലൂർ സ്കൂളിലും പാലക്കാട് വിക്ടോറിയ കോളേജിലുമാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഡിറ്ററായിരുന്നു. മാതൃഭൂമിയിൽ പത്രപ്രവർത്തകനായാണ് തുടക്കം.